എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആംസ്റ്റേഡ് ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. ഇത് E5 എന്നുള്ള ഒരു എററുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ E5 എന്നുള്ള എറർ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എററാണ്. അതാണ് ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതെന്തുകൊണ്ടാണ് ഇതിൽ കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നതെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ എറർ കോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് പവർ ഓൺ ചെയ്യാണ്. ഓക്കെ, പവർ ഓൺ ചെയ്ത് ഡയറക്റ്റ് 24 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷന് സപ്ലൈ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആംസ്റ്റേഡിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്, ഈ ഒരു മോഡലിൻ്റെ റിമോട്ട്. ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് E5 എറർ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ E5 എന്നുള്ള എറർ, കമ്മ്യൂണിക്കേഷൻ എറർ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് എവിടെയാണ് ഇതിൻ്റെ ഫോൾട്ട്. അപ്പോൾ ആരാണ് ആദ്യം ഇതിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് നോളജ് അത് നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നാണ് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻഡോറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിഷനും ഉണ്ടാകത്തില്ല, റിസീവിങ്ങും ഉണ്ടാകത്തില്ല. പക്ഷേ ഔട്ട്ഡോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസീവിങ് ഉണ്ടാവില്ല, പക്ഷേ ട്രാൻസ്മിഷൻ നടക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആദ്യം നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റാണ് നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഔട്ട്ഡോർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡോർ കൊടുക്കും. ഇൻഡോർ അത് റിസീവ് ചെയ്തിട്ട് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഇവിടെയായിട്ട് 2 ഒപ്റ്റോയുണ്ട്. ഈ 2 ഒപ്റ്റോയാണ് നമ്മുടെ ട്രാൻസ്മിഷനും റിസീവിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും ഈ ഒരു ഒപ്റ്റോ കപ്ലർ റിസീവിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൾഡ് സൈഡ്, ഹോട്ട് സൈഡ് എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ കോൾഡ് സൈഡിൽ നമുക്ക് ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ കോൾഡ് സൈഡിൽ 1.1 വോൾട്ട് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കണം. ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ കോൾഡ് സൈഡിൽ നമുക്ക് 5 വോൾട്ട് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കണം, അതായത് കൂടിയും കുറഞ്ഞും നിൽക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിനകത്തോട്ട് അത് റിസീവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് ഞാൻ എന്താണ്ട് ഇപ്പോൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ കോൾഡ് സൈഡിൽ നമുക്കിവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ 1 വോൾട്ട് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നുണ്ട്. അതേ കണക്കിന് 5 വോൾട്ടും അപ്പ് ആൻഡ് ഡൗൺ ആകണം. ഇവിടെ നമുക്ക് 5 വോൾട്ട് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നില്ല. 5 വോൾട്ട് സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, 5 വോൾട്ട് സ്റ്റേബിളായിട്ട് നിൽക്കണം. അതിനർത്ഥം നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇൻഡോർ ബോർഡ് എത്തുന്നില്ല. ഇൻഡോർ ബോർഡ് ട്രാൻസ്മിഷൻ കൊടുക്കുന്നില്ല ഇങ്ങോട്ടും, ഔട്ട്ഡോർ ബോർഡിലോട്ട്. അപ്പോൾ നമുക്ക് ഇൻഡോർ ബോർഡ് ചെക്ക് ചെയ്യാം. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡോർ ബോർഡിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത്രയും ഇത് ഒപ്റ്റോയുടെ സൈഡ്, ഇത് പിന്നെ ഇതിനകത്ത് വരുന്ന പവറിൻ്റെ സൈഡ്. അതായത് നമ്മുടെ ഔട്ട്ഡോറിലോട്ട് പോകും. ഔട്ട്ഡോർ ഓൺ ചെയ്യുന്ന സമയത്ത് സപ്ലൈ പോകും. സപ്ലൈ പോകുമ്പോഴത്തേക്കുമാണ് ഈ റിലേ ഓൺ ആകുമ്പോഴത്തേക്ക് മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിലും സപ്ലൈ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ ഇട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് ഇതിന് കറക്റ്റ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യണം. ഈ ഒരു കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ഈ രണ്ട് ഒപ്റ്റോ കപ്ലറും ചെക്ക് ചെയ്യണം. ഈ രണ്ട് ഒപ്റ്റോ കപ്ലറിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വാക്സ് കോട്ടഡ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം, വാക്സ് കോട്ട്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം വാക്സ് കോട്ടിങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോബ് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൾട്ടിമീറ്റർ ഇവിടെ ഇരിക്കുകയാണ്. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലുണ്ട്. കണക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 25 കിടപ്പുണ്ട്. ഇനി ഇതിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കണം. AC മോഡിലിടുക. ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ 4 ഡയോഡിൽ നമ്മൾ AC മോഡിൽ ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോഴത്തേക്കും 235 വോൾട്ട്, 234 വോൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് 128 വോൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ആ കപ്പാസിറ്ററിൽ കറക്റ്റായിട്ട് ഒരു വോൾട്ടേജ് അവിടെ മെയിൻറ്റെയിൻ ആവുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടാക്കുക. ബസർ മോഡിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ ബസർ കേൾക്കുന്നുണ്ട്. ഈ കപ്പാസിറ്ററിൽ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഡയോഡ് വല്ലതും. ഓക്കെ, ഇവിടെ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട് ഈ ഒരു കപ്പാസിറ്ററിൽ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ സെൻറ്റർ ഡയോഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം ഷോർട്ടിങ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഷോർട്ടിങ് ഇല്ല. ഈ ഒരു ഡയോഡ് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡയോഡ് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഈ ഡയോഡ് ഷോർട്ടിങ് കാണിക്കുന്നില്ല. ഈ 2 ഡയോഡും ഈ കപ്പാസിറ്ററും നമുക്ക് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ആദ്യം ഈ കപ്പാസിറ്ററിൻ്റെ ലെഗ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഷോർട്ടിങ് റിമൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആ കപ്പാസിറ്ററിൻ്റെ ലെഗ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഇത് ഷോർട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. കപ്പാസിറ്റർ ഓക്കെയാണ്, കപ്പാസിറ്റർ ഷോർട്ടിങ് ഇല്ല. ഇനി വരുന്നത് ഈ 2 ഡയോഡാണ്. ഈ 2 ഡയോഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു PF കൂടെ ഉണ്ട്. ഈ PFൽ ഷോർട്ടിങ് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ആ PF ഒന്ന് ഇളക്കാം. അതിനുശേഷം അതിനും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഡയോഡ് ചെക്ക് ചെയ്യണം, ഇളക്കി. ഓക്കെ, PF ഇളക്കി അതിനെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്.
PFും ഷോർട്ടിംഗ് ഇല്ല. ഇനി നോക്കാനുള്ളത് ഈ 2 ഡയോഡാണ്. അപ്പോൾ ഇനി ഷോർട്ടിംഗ് ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഷോർട്ടിംഗ് ഇല്ല, ഷോർട്ടിംഗ് മാറിയിട്ടുണ്ട്. ഈ ഡയോഡ് ഷോർട്ടഡാണ്, ഈ ഡയോഡും ഷോർട്ടിംഗ് ആണ്. അപ്പോൾ ഈ 2 ഡയോഡ് ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 ഇളക്കിയെടുത്തിരിക്കുന്ന ഡയോഡ്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ 2 ഇളക്കിയെടുത്ത ഡയോഡാണ്. ഈ ഡയോഡ് ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ഡയോഡ് ഷോർട്ടഡാണ്, ഈ ഡയോഡും ഷോർട്ടിങ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇവിടെ വേറെ 4 ഡയോഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡയോഡാണ്. എൻ്റെ കയ്യിൽ നമുക്ക് ഈ ഒരു സെയിം ഡയോഡ് ഇല്ല. അപ്പോൾ ഇവിടെ 50 ഹെർട്സിൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്ന സ്വിച്ചിങ് ഡയോഡുകളാണ് ഇവിടെ ആവശ്യമായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സ്കൂട്ടി ഡയോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് സ്കൂട്ടി ഡയോഡിൻ്റെ ആവശ്യമില്ല. നോർമലി ഉള്ള നമുക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് RL207 എന്നുള്ള ഈ ഒരു ഡയോഡാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇത് നമുക്കിടെ ഈ SMD രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡയോഡ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു 4 ഡയോഡ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ 4 ഡയോഡ് ഈ 4 എണ്ണം ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ ആ 4 ഡയോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു 2 ഒപ്റ്റോ കപ്ലറിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് മോഡിലാക്കി ഇടുക, ശേഷം പവർ ഓൺ ചെയ്യുക. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജാണ് നിൽക്കുന്നത്. 39-40 എന്നും പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്ച്വേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഒപ്റ്റോ കപ്ലറിൻ്റെ റിസീവിങ് മോഡിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലൈനിലും റിസീവിങ് ലൈനിലും കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേ ഓഫിലാണ് കിടക്കുന്നത്, അതായത് ഈ ബോർഡ് ഓഫാണ്. ഞാൻ പവർ സ്വിച്ച് അടിച്ച് ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ല എന്നും കൂടെ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കംപ്രസർ എടുക്കണം. അപ്പോൾ കംപ്രസർ എടുക്കുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. കംപ്രസർ എടുക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്രസർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്രസർ എടുത്ത ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നമ്മളിവിടെ നിന്ന് സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.